നമ്മുടെ വീട് മുഴുവനും ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് അടാറ് ടാസ്ക്കാണല്ലേ. പക്ഷേങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടായാലും വീടൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കാണാനായിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു വൈബാണ്. ക്ലീനിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് കട്ടിലിൻ്റെ അടിയിൽ, അതുപോലെ തന്നെ സോഫ സെറ്റിയുടെ കീഴിൽ, ഫ്രിഡ്ജിൻ്റെ കീഴൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ചൂലോ മോപ്പോ ഒന്നും ചെല്ലത്തില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചൂലും മോപ്പും ഒന്നും ഉപയോഗിക്കാണ്ട് നമ്മുടെ വീട് മൊത്തം നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ വീട് വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ വീടിനുള്ളിൽ ക്ലീനായിട്ടിരിക്കുമെന്ന് മാത്രമല്ല 24 മണിക്കൂറും നല്ല സുഗന്ധമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമ്മൾ വീട് ക്ലീൻ ചെയ്യാനായിട്ട് ആദ്യം ഒരു സൊല്യൂഷനാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോഴേക്ക് ഇതിലിട്ട് കൊടുക്കുന്നത് നമ്മുടെ ടാൽക്കം പൗഡറാണ് കേട്ടോ. നല്ല മണമുള്ള ടാൽക്കം പൗഡറാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ്. നമ്മൾ അച്ചാറൊക്കെ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന സുർക്കയുണ്ടല്ലോ, ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് തിളപ്പിച്ചതിന് ശേഷം ആറിക്കഴിഞ്ഞിട്ട് ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കണം. സാധാരണ നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഒരുപാട് കാശ് കൊടുത്തിട്ട് ഫ്ലോർ ക്ലീനറൊക്കെ വാങ്ങാറുണ്ട്. പക്ഷേ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള സൊല്യൂഷൻ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ വീടിനുള്ളിൽ സ്ഥിരമായിട്ട് വരുന്ന പാറ്റ, പല്ലി, എറുമ്പ്, അതുപോലെ തന്നെ ഈച്ചയുടെ ഒക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് കഴിയും. മാത്രമല്ല നമ്മുടെ വീട് മുഴുവനും നല്ലൊരു സുഗന്ധമായിരിക്കും കേട്ടോ. കാരണം നമ്മളിതിലേക്ക് നല്ല മണമുള്ള ടാൽക്കം പൗഡറാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ നല്ലതുപോലെ അരിച്ചതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെ ഒരാഴ്ച വരെ ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് വീട് മുഴുവൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. മിക്ക അടുക്കളയിലെയും വലിയൊരു പ്രശ്നമാണ് എണ്ണമെഴുക്കും, അതുപോലെ തന്നെ എറുമ്പിൻ്റെ ശല്യവും. അങ്ങനെയുള്ളവർക്ക് നമ്മളിന്ന് തയ്യാറാക്കിയെടുത്ത ഈ ഒരു സ്പ്രേ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി. ഞാൻ എല്ലാ ദിവസവും എൻ്റെ കിച്ചൺ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു സ്പ്രേ വെച്ചിട്ട് നമ്മുടെ കിച്ചൺ കൗണ്ടറും അതുപോലെ തന്നെ സ്റ്റൗവിൻ്റെ ടോപ്പും ഒക്കെ ഒന്ന് തുടച്ചെടുക്കാറുണ്ട്. ഇതിൽ നമ്മൾ വിനാഗിരിയും ബേക്കിംഗ് സോഡയും ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ എണ്ണമെഴുക്കും അതുപോലെ തന്നെ അഴുക്കുകളും ഒക്കെ പെട്ടെന്ന് പോയി കിട്ടും. മാത്രമല്ല നമ്മളിങ്ങനെ തുടച്ചിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, രാവിലെ വരുമ്പോൾ നമ്മുടെ കിച്ചണിനുള്ളിൽ നല്ലൊരു സുഗന്ധമായിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് എറുമ്പിൻ്റെ ശല്യം നമ്മുടെ കിച്ചണിലുള്ളവർക്കും ഈ ഒരു സ്പ്രേ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതുപോലെ കിച്ചൺ കൗണ്ടറും സ്റ്റൗ ടോപ്പും നമ്മുടെ വാഷ് ബേസ് ഏരിയയും ഒക്കെ തന്നെ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിൽ തുടച്ചിടാറുണ്ട്. ഡെയിലി നമ്മൾ ഇതുപോലെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വീട് ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ മാസം തോറുമുള്ള ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് നമുക്ക് വളരെ എളുപ്പമായിരിക്കും കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ അധികം പൈസ ചിലവൊന്നും ഉണ്ടാവത്തില്ല. വീടും നല്ല ക്ലീൻ ആയിട്ടിരിക്കും. പിന്നെ ഞാൻ ആ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത് ഡൈനിങ് ടേബിളാണ് കേട്ടോ. ഡൈനിങ് ടേബിളിൻ്റെ മുകളിലുള്ള എണ്ണമെഴുക്കും അതുപോലെ തന്നെ കറയും ഒക്കെ പോയി കിട്ടാനായിട്ടും ഈ ഒരു സൊല്യൂഷൻ ബെസ്റ്റാണ്. ഇത് വെച്ച് തുടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ടേബിളിൽ ചെറിയ ചെറിയ കുരുട്ടീച്ചയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ശല്യം ഒഴിവായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ മഞ്ഞ് സമയത്തൊക്കെ തടിയുടെ ഫർണിച്ചറുകളിലൊക്കെ ചെറിയ ചെറിയ പൂപ്പലുകൾ വരാറുണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തുടച്ചെടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ തുടയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്താണ്. ഇത് ഉപയോഗിച്ച് നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അഴുക്കും പൊടിയും ഒക്കെ മാറിക്കിട്ടും. ഈ ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ഒട്ടുമിക്ക സൂപ്പർ മാർക്കറ്റുകളിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. 1-2 വീഡിയോയിൽ പലരും ചോദിച്ചിരുന്നു കേട്ടോ കമൻ്റായിട്ട്, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. പിന്നെ നമ്മൾ തയ്യാറാക്കിയെടുത്ത സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ ക്രോക്കറി സ്റ്റാൻഡിൻ്റെ ഗ്ലാസ്സാണ്. ഈ ഒറ്റ ഒരു സൊല്യൂഷൻ മതി നമുക്ക് വീട് മുഴുവനും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ഗ്ലാസ് ആയാലും തടിയുടെ ഫർണിച്ചർ ആയാലും ഒക്കെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്കും എന്നെ അറിയിക്കാനായിട്ട് മറക്കരുതേ. ഇനി നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോറാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഡോറ് മാത്രമല്ല ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗവും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. നമ്മുടെ അടുത്ത വീഡിയോ 1 വർഷം വരെ ഫ്രിഡ്ജ് എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാമെന്നുള്ളതാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത്.
ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് കിച്ചൻ്റെ കബോർഡുകൾ കൂടി ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് ദേ ഈ ഒരു രീതിയിലുള്ള മോപ്പിലേക്ക് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വീടിനുള്ളിൽ ഒട്ടും തന്നെ ചിലന്തിയുടെ ശല്യം ഉണ്ടാവുകയില്ല. ഏകദേശം ഞാൻ ഈ ഒരു വീട് മുഴുവൻ 10 മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഡീപ്പ് ക്ലീനിങ് ഒക്കെ മാസം തോറും ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാനായിട്ട് കഴിയും. നമ്മൾ ഡെയിലി ഇങ്ങനെ ക്ലീൻ ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒക്കെ സമയം വരുമ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുക്കുന്നത്, നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടി മുഷിഞ്ഞ് ചെയ്യേണ്ടി വരുന്നതും. ഇങ്ങനെയൊക്കെ വില കുറഞ്ഞ രീതിയിൽ സൊല്യൂഷൻ തയ്യാറാക്കിയെടുത്ത് വീട് വൃത്തിയാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ പോക്കറ്റും കാലിയാവത്തില്ല, വീടും വൃത്തിയായിട്ടിരിക്കും. ഇനി നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഗ്ലാസിൻ്റെ കോഫി ടേബിളാണ്. ഗ്ലാസിൻ്റെയൊക്കെ സൈഡ് ടേബിൾ ആകുമ്പം എപ്പോഴും അതിന് മുകളിൽ പാടുണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ പോയി നല്ല തിളക്കം കിട്ടാനായിട്ട് നമ്മൾ ഈ ഒരു തയ്യാറാക്കിയെടുത്ത സൊല്യൂഷൻ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമ്മൾ തംബ്നെയിലിൽ പറഞ്ഞതുപോലെ ചൂലോ മോപ്പോ ഒന്നും ഉപയോഗിക്കാണ്ട് ഫ്രിഡ്ജിൻ്റെ ഇടയിലും അതുപോലെ തന്നെ സോഫ സെറ്റിയുടെയൊക്കെ ഇടയിലുള്ള അഴുക്കുകൾ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 സോക്സ് എടുത്തിട്ടുണ്ട്. ഉപയോഗിക്കാണ്ട് കളഞ്ഞ സോക്സാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഹാങ്ങറാണ്. ഈ ഹാങ്ങറിൻ്റെ 2 ഭാഗത്തും നമുക്ക് ഈ ഒരു സോക്സ് ഈ ഒരു രീതിയിൽ കടത്തി കൊടുക്കാം. 2 സൈഡിലുമുള്ള സോക്സ് നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ഒരു സെറ്റി പെൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇന്ന് അങ്ങനെ അവിടെ ചെയ്യുന്നില്ല, കാരണം കുറച്ച് ഭാഗം മാത്രമേ എനിക്ക് ക്ലീൻ ചെയ്യാനുള്ളൂ. മിക്ക ദിവസങ്ങളിലും ഈ ഒരു രീതിയിൽ ഞാൻ സോഫയുടെ അടിഭാഗമൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ അധികം അഴുക്കും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇന്നൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ തയ്യാറാക്കിയെടുത്ത ആ ഒരു സൊല്യൂഷൻ ഈ ഒരു സോക്സിന് മുകളിൽ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു സോക്സ് ഉപയോഗിച്ചിട്ട് സെറ്റിയുടെ അടിഭാഗത്തോട്ട് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. നമ്മുടെ സെറ്റിയുടെ അടിഭാഗം അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അടിഭാഗമൊക്കെ കൈ എത്താത്ത ഭാഗത്തൊക്കെ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലീനിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം അഴുക്കും മുടിയും ഒക്കെയാണ് ആ ഒരു സോക്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനായിട്ട് മറക്കരുതേ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.